മോളെ ആ കാപ്പി എടുത്ത് ലാലിച്ചന്റെ കയ്യിലോട്ട് കൊടുക്കുക. പെണ്ണിന്റെ കൈ കൊണ്ട് തന്നെ കാപ്പി എടുത്ത് ചെറുക്കിന് കൊടുക്കണമെന്നാ ചടങ്ങ്. നമ്മളായിട്ട് ഇനി ചടങ്ങുകളൊന്നും തെറ്റിക്കില്ല. എന്താ? ചടങ്ങൊന്നും ഇല്ലാതെ തന്നെ കെട്ടാൻ തീരുമാനിച്ചവരല്ലേ ഇവര്, അല്ലടാ ലാലച്ച? ചതിക്കായിരുന്നല്ലേ? ഓരോ മോഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ വളർത്തി തന്നിട്ട്. ഞാൻ പറയേണ്ടതൊക്കെ തിരിച്ചിങ്ങോട്ട് പറയാണ്. നീ ലാലിച്ചനും ചിരിച്ചു കുഴയെന്ന് കണ്ടിട്ടാ അപ്പൻ ഈ ആലോചനയുമായി വന്നത്. ചിരിച്ചു വർത്താനം പറഞ്ഞിട്ടുണ്ട്. ബാബുട്ടന്റെ അനിയനോട് പറയും പോലെ കുഴഞ്ഞിട്ടില്ല. അതിങ്ങനെയൊക്കെ ആയി തീരുമെന്ന് കരുതിയിരുന്നില്ല. എടി ലില്ലി, ദേഹം അനങ്ങി ഒരു പണിയെടുക്കാതെ ഇങ്ങനെ നടന്നോ? ഇവിടെ ഇത്ര വഷളാക്കുന്ന നീയാ. ഒരു തീക്കൊള്ളി പോലും തല്ലിക്കാതെ. അമ്മച്ചി, വാവക്കുട്ടം വിളിക്കുന്ന കേട്ടില്ലേ? ആലീസേ, പോയി നോക്കിയേ. അമ്മച്ചി, ഇതാ വരുന്നു മോനെ. എടി, ആ നെല്ലൊന്ന് പരത്തിയിട്ടെ. അമ്മച്ചി, എനിക്കൊരു 50 രൂപ വേണം. എന്റെ കയ്യിൽ എവിടുന്നാ രൂപ? അപ്പം പോകുന്നതിന് മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ അമ്മച്ചി വാങ്ങിച്ചു വെച്ചേനെ. ചേട്ടന് നാണമില്ലേ അമ്മയോട് കാശ് ചോദിക്കാൻ? കെട്ടിയാലെങ്കിലും ഗുണം പിടിക്കുന്ന വെച്ചാ കെട്ടിച്ചത്. ഇപ്പൊ കുട്ടിക്ക് 4 വയസ്സായി, എന്നിട്ട് ഇരക്കല് തീർന്നിട്ടില്ല. എന്താടാ ഈ കാണിക്കുന്നേ? അമ്മച്ചി വിടച്ചായ അവളെ. 50 രൂപയല്ലേ വേണ്ടത്? ഇന്നലെ ബാബുട്ടൻ ഏൽപ്പിച്ച കാശുണ്ട്, ഞാൻ തരാം. ഓഹോ, അവന്റെ സമ്പാദ്യം നിന്റെ അടുത്താണോ? എനിക്കെങ്ങും വേണ്ട. അപ്പോനെ ഇത് ശങ്കരേട്ടന് കൊടുത്തേരെ, വർക്കിയുടെ പറ്റില്ല. ശങ്കുമാവൻ ഇനി ഇവിടെ ആരുടെയും പറ്റില്ല കള്ളില്ല. വെറുതെ അപ്പൂന് പണിയുണ്ടാക്കാൻ വീട്ടിലോട്ട് ശവും ചുമന്നോണ്ട്. മോളെ ഒരു ഉപ്പി കൊടുത്താകെ ഞാൻ ചക്കാത്താണെ വിഷവും വലിച്ചു കേട്ടൂല്ലോ. അപ്പോ കള്ളാത്തോണ്ട് വെക്കടാ. ഭാസ്കരോ, ഓ ഈ കാന്താരി തന്നെ ഒരു മൂലയിരുത്തും. വർക്കിച്ചായോ, എന്റെ നാവേന്നൊന്നും കേക്കരുതേ. നിന്റെ നാവേലിരിക്കും നിന്റെ അപ്പം കേൾക്കും. എന്റെ അപ്പം കേട്ടാ നീ അറിയും. അറിയും നാടോട്ട് അന്തിക്കല്ലേ. പിന്നെ എന്തുണ്ടെന്നാണോ പുതിയ നാട്ടുവിശേഷങ്ങള്? വടക്കേപ്പാടത്ത് കട്ട കുത്തുന്ന യൂണിയൻകാര് തമ്മിലടി. അത് കൂലി പ്രശ്നം. ചെറയില് കുഞ്ഞാപ്പിയുടെ മോക്ക് മാസം 3. ഉണ്ടാക്കിയവനെ പിടിയില്ല. അത് കുടുംബ പ്രശ്നം. പരദൂഷണം അല്ലാണ്ട് നല്ല വിശേഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറയണ്ട. വിശേഷമുണ്ട്. വർക്കിച്ചായം പറഞ്ഞു കാണുമല്ലോ. മരമടി മത്സരത്തിന്റെ കമ്മിറ്റിയും കഴിഞ്ഞാ ഞാനിപ്പോ വരുന്നത്. ഇക്കൊല്ലത്തെ മത്സരം പൊടിപൂരമാക്കാനാ കമ്മിറ്റിയുടെ തീരുമാനം. ഓ, എന്തോന്ന് പൊടിപൂരം? മത്സരിക്കാൻ പലരും കാളയുമായിട്ട് ഇറങ്ങും, അതൊരു കൊഴുപ്പിന്. പക്ഷെ ശരിക്കുള്ള മത്സരം വർക്കിച്ചന് ഉണ്ണിത്താനുമായിട്ടായിരിക്കും. കഴിഞ്ഞ കൊല്ലങ്ങളിലെ പോലെ വർക്കിച്ചൻ ട്രോഫിയും കൊണ്ട് വീട്ടിലോട്ട് പോവുകയും ചെയ്യും. ഈ കൊല്ലമെങ്കിലും വർക്കിയെ തോൽപ്പിച്ച് ഈ തറവാട്ടിൽ കൊണ്ടുവരണം ട്രോഫി. എനിക്ക് വർക്കിച്ചായനോട് ജയിക്കണേ. കാളകളെ പറപറപ്പിക്കുന്ന ഒരു കാളക്കാരൻ കൂടി വരാടാ. അത് ശരി, അപ്പൊ നീ നമുക്കിട്ട് പണിയാണല്ലേ? കേശവനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞതല്ല. ഈ ജീപ്പും ലോറി ഓടിക്കുന്ന പോലെ അല്ലല്ലോ കാളകളെ ഓടിക്കുന്നത്. അതിലിത്തിരി തഴക്കവും പഴക്കവും ഉള്ള ഒരാളാണെങ്കിൽ ട്രോഫി ഉറപ്പ്. പക്ഷേ പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ ഒരാളെ എന്റെ അറിവിൽ ഒരാളുണ്ട്, കേട്ട് കാണും. മരമടി മാമച്ചൻ. പൊരുതിയെങ്കിൽ പൊരുതി, ചതിച്ചെങ്കിൽ ചതിച്ച്. മാമച്ചായൻ മത്സരിച്ചിട്ടുണ്ടോ? ട്രോഫി ഉറപ്പ്. പക്ഷെ കിട്ടുന്ന കാര്യമാണ് ഇപ്പൊ സംശയം. ഭരതം കൊണ്ടുവന്നിരിക്കും. അത് കൊണ്ടുവരും.